കണ്ണൂർ പോവാം. ഓക്കെ. അപ്പം ഞങ്ങൾ ഒരു കല്യാണം കൂടാൻ വേണ്ടിയിട്ട് കണ്ണൂർ പോവുകയാണ്. അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റോപ്പ് തന്നെ ഒരു ചായക്കടയാണ്. കുറച്ച് ബജ്ജിയും പരിപ്പുവടയൊക്കെ കഴിച്ച് നൈസായിട്ട് പോകാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നല്ല ചായയും കാപ്പിയൊക്കെ ആയിരുന്നു കേട്ടോ അവിടുത്തെ. എല്ലാം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, ചൂടും ഉണ്ടായിരുന്നു. അപ്പം തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ചൂടുണ്ടായിരുന്നു. മുട്ട ബജ്ജിയും മുളക് ബജ്ജിയും പരിപ്പുവടയായിരുന്നു നമ്മൾ മേടിച്ചത്. പഴംപൊരിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ചും കൂടെ ബജ്ജീസിനോട് ആ താല്പര്യം കൊണ്ട് നമ്മളതാണേ കഴിച്ചത്. നമ്മൾ രണ്ടുപേരിലുമുള്ള കുറച്ചായിട്ടുള്ള കോമൺ കാര്യങ്ങളിലൊന്നാണ് ഫുഡ്, ട്രാവലിംഗ്, സിനിമ. ബാക്കി എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഏകദേശം ഓപ്പോസിറ്റാണ്. ആക്ച്വലി നമ്മൾ എത്ര കടി കഴിച്ചു? 8 കടി, ഒരു കോഫി, ഒരു ചായ. എത്രയായി? 88 അല്ലേ? ലാഭമല്ലേ? ടേസ്റ്റും ഉണ്ടായിരുന്നല്ലേ? നല്ല ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇറങ്ങിയിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞു. ഇനിയും 7 മണിക്കൂർ കാണിക്കുന്നുണ്ട്. എൻ്റെ ദൈവമേ, എങ്ങനെ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുന്നത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് പുത്തിരിയുള്ള കാര്യമൊന്നുമല്ല. നമ്മളെപ്പോഴും പോകുമ്പോഴും ലോങ് ഡ്രൈവ് തന്നെയാണ് പോകാറുള്ളത്. എപ്പോഴും കാർ എടുത്ത് തന്നെയാണ് പോകാറുള്ളത്. ജർണി മടുക്കാത്തടത്തോളം കാലം നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടേ പോവും. അങ്ങനെ പകൽ മാറി രാത്രി വന്നു. ഇതേ ടോൾ പ്ലാസയൊക്കെ എത്തിയിട്ടോ. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ എത്തുമ്പോൾ എന്തോ ഒരു സമാധാനമായിരുന്നു. ഇനി കുറച്ചും കൂടെ ഉള്ളൂ എന്നൊരു വിശ്വാസമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് കുറേ പോകാനുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. എന്നാലും പകുതി എത്തി അങ്ങനെ ഞാൻ വിചാരിക്കുമായിരുന്നു. അപ്പം ഈ ടോൾ പ്ലാസയൊക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം എവിടെയെങ്കിലും കഴിക്കാൻ നിർത്താമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ഒത്തിരി അങ്ങ് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിക്കാൻ കിട്ടാൻ പാടായിരിക്കില്ലേ. അതിനിടയ്ക്ക് ഒരു അടിപൊളി മഴയും കൂടെ പെയ്തു. മഴ പെയ്തപ്പോഴത്തേക്കും ഒന്നും കാണുന്നില്ലായിരുന്നു. ഫുൾ എന്താ പറയുക, ബ്ലറായിട്ടായിരുന്നു കാണുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ആക്ച്വലി നമ്മൾ ആദ്യം വേറൊരു സ്ഥലത്ത് കയറിയായിരുന്നു. പക്ഷേ അവിടെ നമ്മൾ കഴിച്ചില്ല. അവിടുത്തെ സർവീസ് അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയില്ല. എന്തോ അവരോട് എന്ത് ചോദിച്ചാലും ഇല്ല, അങ്ങനെ പിന്നെ എന്തോ കുറച്ച് ഡ്രിങ്ക് ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഡ്രിങ്ക് ചെയ്തിട്ടായിരുന്നു അവിടുത്തെ ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ചതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അതൊരു ഓണം ടൈമിൽ നമ്മളെടുത്ത വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണെന്ന് വിചാരിച്ച് നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി വേറെ റെസ്റ്റോറൻറ്റിൽ വന്നേക്കുന്നതാണ്. ഇത് എടപ്പാൾ റൂട്ടിലുള്ള റെസ്റ്റോറൻ്റാണ്. അപ്പം ചേട്ടനൊരു ചായയും ഞാനൊരു ലൈമും കുടിച്ച് നമ്മളിങ്ങനെ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണേ. മടുത്തതിൻ്റെ ക്ഷീണം എൻ്റെ മുഖത്ത് നല്ലോണം കാണാനുണ്ട്. ആദ്യത്തെ വീഡിയോയിലും ഇപ്പോഴത്തെ വീഡിയോയിലും ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫേസ് കണ്ടാൽ തന്നെ അറിയാം, രണ്ടുപേരും അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് എൻ്റർടൈൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ലൈമൊക്കെ കുടിച്ചിരുന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ മെയിൻ കോഴ്സ് വന്നു. നമ്മൾ ബട്ടർ ചിക്കനും ചപ്പാത്തിയായിരുന്നു ഓർഡർ ചെയ്തത്. ആക്ച്വലി എനിക്ക് ബട്ടർ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് കുഴപ്പമില്ലായിരുന്നു എനിക്ക്. പക്ഷെ ചെറുതായിട്ട് വയറിന് പണി കിട്ടിയായിരുന്നു ഇത് കഴിച്ചിട്ട്. പക്ഷേ ടേസ്റ്റൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ ചില ഫുഡ് ചിലർക്ക് പിടിക്കില്ല, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബട്ടർ ചിക്കനും പൊറോട്ടയൊക്കെ കഴിക്കുകയാണ്. നമ്മളൊരു ഹാഫ് പോർഷനാണ് പറഞ്ഞത്, അങ്ങനെ ഒത്തിരി ക്വാണ്ടിറ്റി പറഞ്ഞില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടെ അത്രയേ കഴിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്രയും ക്വാണ്ടിറ്റി മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇനിയും കുറേ ട്രാവൽ ചെയ്യാനുണ്ട്. നാളത്തെ വിശേഷം വേറൊരു വ്ലോഗിൽ കാട്ടാവേ.